Shreya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. Today we will be continuing with the part of the chapter ecosystem. First ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിച്ചു ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് വിൽ കണ്ടിന്യൂ വിത്ത് ചാപ്റ്റർ. നമ്മൾ ഓൾറെഡി പഠിച്ചത് റിവൈസ് ചെയ്യുകയാണെങ്കിൽ യൂഷ്വൽ പോലത്തെ ഓരോ ടോപ്പിക്കിലും പഠിക്കുന്ന പോലെ ഫസ്റ്റ് വാട്ട് ഇസ് എൻ എക്കോസിസ്റ്റം, അതിന്റെ ഡെഫിനിഷൻ, അതിൽ എന്തൊക്കെ വരും, അതിന്റെ ഫങ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് അതിനെ പറ്റിയുള്ള എക്സ്ട്രാ 2 പോയിന്റ്സ് വന്നു, അതായത് അത് സെൽഫ് സസ്റ്റെയിനിങ് ആണ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്തു എക്കോസിസ്റ്റത്തിനെ ആസ് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് വിത്ത് ഇറ്റ്സ് എക്സാമ്പിൾസ്. അത് കഴിഞ്ഞ് നമ്മൾ അഗെയിൻ ക്ലാസിഫൈ ചെയ്ത് 2 ടൈപ്സ് ആക്കി, നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക്. അതിന്റെയും എക്സാമ്പിൾസ് പഠിച്ചു ആൻഡ് അതിന്റെ പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് കണ്ടു. എങ്ങനെയാ നാച്ചുറലും ആന്ത്രോപോജനിക്കിലും ഏതിനാണ് ബയോഡൈവേഴ്സിറ്റി ഡിഫറൻസ്, ന്യൂട്രിയൻ സൈക്ലിംഗ് കൂടുതൽ നടക്കുന്നത്, സെൽഫ് റെഗുലേറ്ററി മെക്കാനിസം കാണുന്നത്, ഫുഡ് ചെയിൻ എങ്ങനെയാണ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഏതിലാണ് കൂടുതൽ എന്നൊക്കെ നമ്മൾ കണ്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ എക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിലേക്ക് കടന്നപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു കോമ്പണൻസ് ഓഫ് എൻ എക്കോസിസ്റ്റം എങ്ങനെയാണ്. അതിൽ അഗെയിൻ 2 എബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്, ബയോട്ടിക് ആയിട്ടുള്ള കോമ്പണൻസും ഉണ്ട്. ആൻഡ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 നമ്മൾ ഓൾറെഡി കണ്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ വാട്ട് ഈസ് പ്രൊഡക്ടിവിറ്റി, റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. ആൻഡ് വാട്ട് ഈസ് ദ ബേസിക് റിക്വയർമെന്റ് ഫോർ എനി എക്കോസിസ്റ്റം ടു ഫംഗ്ഷൻ ആൻഡ് സസ്റ്റെയിൻ എന്ന് വെച്ചാൽ എന്ത് പറയും, നമുക്കറിയാം കോൺസ്റ്റന്റ് ഇൻപുട്ട് ഓഫ് സോളാർ എനർജിയാണ് ആൻസർ ആയിട്ട് വരിക. ആൻഡ് പ്രൊഡക്ടിവിറ്റി അഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അതിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യൂണിറ്റ്, എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റിന്റെ ഏത് ടേംസിലാണ് നമ്മൾ പറയാം. അത് യെല്ലോ ബോക്സിൽ ഇവിടെ സ്ക്രീനിലുണ്ട്, യെല്ലോ ബോക്സിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണ്, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്താണ്, ഏത് ലെവലിലാണെന്ന് പഠിച്ചു നമ്മൾ ഓരോന്നും. ആൻഡ് അതിന്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. അഗെയിൻ പ്രൈമറി പ്രൊഡക്ടിവിറ്റി നമ്മൾ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി GPP ആയിട്ടും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി NPP ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചു. ആൻഡ് അഗെയിൻ അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു. ആൻഡ് അതിൽ നമ്മളൊരു മെയിൻ ഡെറിവേഷൻ എന്തായിരുന്നു, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈക്വൽസ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേറ്ററി റേറ്റ്. അതായത് അതിന് നമ്മൾ അനാലജി എന്താണ് നമ്മൾ കണ്ടത്, സേവിങ് ആയിട്ട് കണ്ടു NPPനെ. അപ്പോൾ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി പോക്കറ്റ് മണി ആണെങ്കിൽ പോക്കറ്റ് മണി മൈനസ് ചെയ്ത് അത് എന്ത് മൈനസ് ചെയ്യണം, നമ്മൾ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്ത് നമ്മുടെ കയ്യിൽ ബാക്കി സേവിങ്സ് ആയിട്ടുള്ളതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക്, പ്രൊഡക്ടിവിറ്റി ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ കണ്ടു പ്രൊഡക്ടിവിറ്റി എന്താണ്. നെക്സ്റ്റ് വിൽ ഗെറ്റ് ഇൻ ടു ഡീകമ്പോസിഷൻ. അഗെയിൻ അതിലെ മെയിൻ പോയിന്റ്സ് എന്താ, ഹൗ വിൽ വി ഡിഫൈൻ ഡീകമ്പോസിഷൻ, what are the raw materials and what are the steps in decomposition. and ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടേം ആണ് വാട്ട് ഇസ് ഡെട്രൈറ്റസ്. നമ്മൾ അത് ആദ്യം പഠിച്ചു. എന്താണ് ഡെട്രൈറ്റസ്, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിനെയാണ് ഡെട്രൈറ്റസ് എന്ന് വിളിച്ചത്. ഇനി ഡെട്രൈറ്റിവോറസ് അതിന്റെ എക്സാമ്പിൾ ഒക്കെ കണ്ടു. ഇനി സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ നമ്മൾ എങ്ങനെ കണ്ടു, നമുക്കറിയാം ഫസ്റ്റ് ഫ്രാഗ്മെന്റേഷൻ കണ്ടു, പിന്നെ ലീച്ചിങ് കണ്ടു, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. അങ്ങനെ 5 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് നമ്മൾ കണ്ടു. ഇനി അതിന്റെ ഓരോന്നിനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം എങ്ങനെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഓക്സിജൻ റിക്വയറിംഗ് പ്രോസസ് ആണ്. ആൻഡ് എന്തൊക്കെയാണ് ഈ റേറ്റ് ഓഫ് ഡീകമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. ഇനി ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡെട്രിറ്റസിന്റെ കെമിക്കൽ നേച്ചർ എങ്ങനെയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡീകമ്പോസിഷന്റെ റേറ്റ് മാറാം. ഇനി നെക്സ്റ്റ് തിങ് ടെമ്പറേച്ചർ എങ്ങനെയാണ്, സറൗണ്ടിങ് ടെമ്പറേച്ചർ വാം ആവുന്നതാണ് കുറച്ചും കൂടി ഒപ്റ്റിമം ഫോർ ഫാസ്റ്റർ ഡീകമ്പോസിഷൻ. ഇനി തേർഡ് പോയിന്റ് എന്താ, ഓക്സിജൻ റിക്വയർമെന്റ്. നമുക്കറിയാം ഡീകമ്പോസിഷൻ ഇസ് ലാർജ്ലി ആൻ ഓക്സിജൻ റിക്വയറിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയറോബിക് എത്രത്തോളം ആവുന്നു അതിനനുസരിച്ച് ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും. ഇനി ഫോർത്ത് പോയിന്റ് എന്താണ്, സോയിൽ മോയ്സ്ചർ. സോയിൽ മോയ്സ്ചർ എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ കൂടും. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ഇന്നത്തെ ടോപ്പിക്, എനർജി ഫ്ലോ. എനർജി ഫ്ലോ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം, മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്താണ്, നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്, ഓട്ടോട്രോഫ്സ് ആയ പ്രൊഡ്യൂസേഴ്സിന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ടു ഒരു എക്കോസിസ്റ്റം സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കോൺസ്റ്റന്റ് ഇൻപുട്ട് ഓഫ് സോളാർ എനർജി.
അപ്പൊ നമ്മുടെ സോഴ്സ് ഓഫ് എനർജി ആരാന്ന് പറയാൻ പറ്റും? സോഴ്സ് ഓഫ് എനർജി സൺ ആണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ, എല്ലാവർക്കും സൺ തന്നെ ആയിരിക്കും മെയിൻ സോഴ്സ് ഓഫ് എനർജി? നമുക്കറിയാം സൺ ലൈറ്റ് അവൈലബിലിറ്റി ഇല്ലാത്ത സ്ഥലത്തും എന്തിന്റെ ഗ്രോത്ത് നടക്കുന്നുണ്ട്? ചെറിയ ചെറിയ എക്കോസിസ്റ്റംസിന്റെ ഗ്രോത്ത് നടക്കുന്നുണ്ട്, ഓട്ടോട്രോഫ്സിന്റെ ഗ്രോത്ത് നടക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെയായിരിക്കും? ഈ സണ്ണിന് നമുക്ക് അവരുടെ സോഴ്സ് ഓഫ് എനർജി വിളിക്കാൻ പറ്റില്ല. അപ്പോ ഇതിന്റെ ബ്രാക്കറ്റിൽ എന്തും കൂടി കൊടുക്കണം, എക്സെപ്റ്റ് ആര്? ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻസ്. ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഓർഗാനിസംസിനും എങ്ങനെയായിരിക്കും സോഴ്സ് ഓഫ് എനർജി? ബാക്കിയുള്ള എല്ലാ ഓട്ടോട്രോഫ്സിനും പ്രൊഡ്യൂസേഴ്സിനും സോഴ്സ് ഓഫ് എനർജി സൺ ആയിരിക്കും. അപ്പോ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പറയുന്നുണ്ട്, എക്സെപ്റ്റ് ഫോർ ഡീപ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം, സൺ ഇസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ദി എക്കോസിസ്റ്റംസ് ഓൺ എർത്ത്. ഇനി നമുക്കറിയാം എത്രമാത്രം സോളാർ റേഡിയേഷൻ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോ അതിന്റെ അമൗണ്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എത്രയാണ് ഇൻസിഡന്റ് ആയതിൽ നമ്മൾ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആയിട്ട് കണക്കാക്കുന്നതെന്ന് അറിയണം. അതിനെങ്ങനെയാണ്? ഓഫ് ദി ഇൻസിഡന്റ് സോളാർ റേഡിയേഷൻ ലെസ് ദാൻ 50%, അതായത് 50% കുറവ് ഇൻസിഡന്റ് ആയിട്ടുള്ള സോളാർ റേഡിയേഷൻ മാത്രമാണ് ഏത് PAR അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോ ലെസ് ദാൻ 50% ആണ് നമ്മൾ ഓഫ് ഇൻസിഡന്റ് സോളാർ എനർജി നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആയിട്ട്. ഇനി ഇതില് തന്നെ only 2 to 10% ഓഫ് ഈ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്തിന് യൂസേജ് ഉണ്ടാക്കുന്നുണ്ട്? GPP അല്ലെങ്കിൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിലേക്ക് സഹായിക്കുന്നുണ്ട്. ഇനി 1 to 5% ഓഫ് ടോട്ടൽ ഇൻസിഡന്റ് ആണ് ഇതേപോലെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ GPPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് ലോജിക് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ്? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എത്രയാണ്? ടോട്ടൽ ലൈറ്റിന്റെ ലെസ് ദാൻ ഹാഫേ ഉള്ളൂ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ഇനി അതിൽ തന്നെ എത്രയാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കേണ്ടത് അവർ ചോദിച്ചിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എത്ര എടുക്കുന്നതാണോ അതോ ടോട്ടൽ ഇൻസിഡന്റ് റേഡിയേഷൻ എത്ര എടുക്കുന്നതാണോ എന്ന് ആദ്യം നോക്കണം. ഇനി ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആണെങ്കിൽ 2 to 10 എടുക്കുന്നു. പക്ഷെ ടോട്ടൽ ഇൻസിഡന്റ് ആണെങ്കിൽ അതിന്റെ 1 to 5% എടുക്കുന്നുള്ളൂ. ബിക്കോസ് എന്താണ് അതിന്റെ റീസൺ? ലെസ് ദാൻ 50% മാത്രമേ ഉള്ളൂ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ഇനി എനർജി ഫ്ലോന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ മുമ്പേ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? എനർജി ഫ്ലോ ഇസ് യൂണിഡിറക്ഷണൽ. ഇനി ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? എക്സെപ്ഷൻ പഠിച്ചോ, ആർക്കൊഴികെയാണ് സൺ സോഴ്സ് ഓഫ് എനർജി ആയിട്ട്. ഇനി ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എമൗണ്ട് എത്രയാണെന്ന് കണ്ടു. ഇനി എങ്ങനെയാണ് ഡിറക്ഷൻ? ബൈ ഡിറക്ഷണൽ അല്ല യൂണിഡിറക്ഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചു. NCERTയിലേക്ക് വരികയാണെങ്കിൽ പ്ലാന്റ്സും ബാക്കിയുള്ള ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എല്ലാം കൊണ്ട് ജനറലൈസ് ചെയ്യുന്ന ആരെയാണ്? ഓട്ടോട്രോഫ്സിന്, അതായത് സോളാർ എനർജി ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ. നമുക്കറിയാം അവര് ഒരു കോൺസ്റ്റന്റ് ഇൻപുട്ട് ഓഫ് സോളാർ എനർജി ലഭിക്കുമ്പോൾ അവര് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങും ഈ സോളാർ എനർജി കൊണ്ട്. ഇനി ഇതില് പ്ലാന്റ്സ് എത്ര ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ? 2 to 10% ഓഫ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആണ് പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത്. ആൻഡ് ഈ സ്മോൾ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മുടെ ഹോൾ ലിവിങ് വേൾഡിനെ സസ്റ്റെയിൻ ചെയ്യുന്നത്. കാരണം എന്താ? നമുക്കറിയാം ബാക്കിയുള്ള എല്ലാ ഓർഗാനിസംസും പ്രൊഡ്യൂസേഴ്സിൽ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഈ സോളാർ എനർജി ആദ്യം പ്രൊഡ്യൂസേഴ്സ് ആയ പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്തു. ഇനി അവർ ആ എനർജി ഫ്ലോ ചെയ്യും ത്രൂ ഡിഫറെന്റ് ഓർഗാനിസംസ്.
എങ്ങനെ ഒരാൾ മറ്റുള്ള ആൾക്കാർ ഫുഡ് ആക്കുമ്പോൾ അതിനെ നമ്മൾ എന്തിന്റെ ടേംസിലാണ് പറയുന്നത്? എനർജി ഫ്ലോന്റെ ടേംസിലാണ് പറയുന്നത്. അപ്പൊ NCERT പറയുന്നുണ്ട്, ഓൾ ഓർഗാനിസംസ് ആർ ഡിപ്പെൻഡന്റ് ഫോർ ദെയർ ഫുഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ് ഈതർ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡിറക്ട്ലി. ഡയറക്ട്ലി ഓർ ഇൻഡിറക്ട്ലി പറയാൻ കാരണം അത് നമുക്കറിയാം, ഹെർബിവോർസ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന പറയാം, കാരണം ഡയറക്ട്ലി അവർ പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്നവരാണ്. പക്ഷേ ഈ ഹെർബിവോർസിനെ കഴിക്കുന്ന ആൾക്കാർ ഡയറക്ട്ലി അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ത്രൂ ഹെർബിവോർസ് ആണ് അവരുടെ എനർജി ട്രാൻസ്ഫേർഡ് ഫ്രം ദിസ് പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അത് ഇൻഡയറക്ട്ലി ആണ് ഡിപ്പെൻഡന്റ് നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് പോയിന്റ് ഇവിടെ തന്നെ പറയുന്നുണ്ട്, യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജി ഫ്രം ദി സൺ ടു ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദെൻ ടു ദി കൺസ്യൂമേഴ്സ്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എക്കോസിസ്റ്റം എങ്ങനെയാണ് ദേ ആർ നോട്ട് എക്സെംപ്റ്റ് ഫ്രം ദി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. അതായത് തെർമോഡൈനമിക്സിന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് അവർ ഡിവൈഡ് ചെയ്യുന്നില്ല. അതായത് ദേ നീഡ് എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് എനർജി ടു സിന്തസൈസ് ദ മോളിക്യൂൾ ദേ റിക്വയർ. അതായത് അവര് എന്തിന് ദേ ടു കൗണ്ടറാക്ട് യൂണിവേഴ്സൽ ടെൻഡൻസി ടുവേർഡ്സ് ഇൻക്രീസിങ് ഡിസോർഡർലിനെസ്. അതാണ് നമ്മുടെ സെക്കൻഡ് ലോ പറയുന്നത്. ആ ഇൻക്രീസിങ് ഡിസ്ഓർഡർലിനെസ്സിന് കൗണ്ടർ ആക്ട് ചെയ്യുന്നതാണ് ഏത്? നമ്മുടെ യൂണിവേഴ്സൽ ടെൻഡൻസി. അതുകൊണ്ട് അവർക്ക് എന്ത് വേണം? ദേ നീഡ് എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് എനർജി ടു സിന്തസൈസ്. അവർക്ക് വേണ്ട ഫുഡും സസ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളും നീഡ്സും റിക്വയർമെന്റും മീറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്കറിയാം ഇനി പഠിക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സ്. ആരാണ് പ്രൊഡ്യൂസേഴ്സ്? നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദി എക്കോസിസ്റ്റം. ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയാൻ കാരണം അവർക്ക് ക്ലോറോഫിൽ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അവരെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിച്ചു. ഇനി ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തില് മേജർ പ്രൊഡ്യൂസേഴ്സ് ആരാന്ന് വെച്ചാൽ MCQ. എങ്ങനെ ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തില് മേജർ പ്രൊഡ്യൂസേഴ്സ് ആരാന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്ത് വരും? ഹെർബേഷ്യസ് ആൻഡ് വുഡി പ്ലാന്റ്സ്. ഇനി ഇതേപോലെ ഒരു അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തില് ആരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? നമുക്ക് വേരിയസ് സ്പീഷീസിനെ പറയാൻ പറ്റും, ലൈക്ക് ഫൈറ്റോ പ്ലാങ്ക്ടൺ, ആൽഗെ ആൻഡ് ഹയർ പ്ലാന്റ്സ്. ഇത്രയും സാധനങ്ങൾ എവിടെ കാണാൻ പറ്റും? അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ കാണാൻ പറ്റും. ആൻഡ് അങ്ങനെ അവർ പ്രൊഡ്യൂസേഴ്സ് ആവുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫുഡ് വെബും ഫുഡ് ചെയിനും എന്താണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാനാണെങ്കിൽ, രണ്ട് ടേംസ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ബീങ് ഫുഡ് ചെയിൻ. ഇനി അതിന്റെ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഫ്രം ഫുഡ് വെബ്. ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ ഫുഡ് ചെയിൻ പഠിക്കുന്നതാണ്. നമുക്കറിയാം എങ്ങനെ നമ്മൾ ഏറ്റവും ബേസിക് ട്രോഫിക് ലെവൽ, അതായത് പ്രൊഡ്യൂസർ ലെവൽ തൊട്ട് ഓരോ കൺസ്യൂമർ ലെവലിലേക്കും മേലോട്ടേക്ക് ചിന്തിച്ചാൽ നമുക്കൊരു ട്രാൻസ്ഫർ ഓഫ് എനർജി കാണാൻ പറ്റും. ഈ ട്രാൻസ്ഫർ ഓഫ് എനർജി among അല്ലെങ്കിൽ ഇൻ വേരിയസ് ട്രോഫിക് ലെവൽസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. ആ റെപ്രസെന്റേഷനെ നമ്മൾ വിളിക്കുന്നതാണ് ഫുഡ് ചെയിൻ. ഇനി ഫുഡ് വെബ് എന്താണ്? ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ഫുഡ് ചെയിൻ? ഫുഡ് വെബ് എന്താണ്? ഇത്തരത്തിലുള്ള ഫുഡ് ചെയിൻസ് പല ഫുഡ് ചെയിൻസിനെ നമ്മൾ ഇന്റർ കണക്ട് ചെയ്ത് ആ നെറ്റ്വർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നു. ഫുഡ് ചെയിൻ എന്താണെന്ന് എഴുതാന്ന് ചോദിച്ചാൽ എന്താ പറയും? റെപ്രസെന്റേഷൻ. അതൊരു റെപ്രസെന്റേഷൻ ആണ് ഓഫ് വാട്ട്? ഓഫ് എനർജി ഫ്ലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എനർജി ഇൻ വേരിയസ് ട്രോഫിക് ലെവൽസ്. ഇതിനെയാണ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി ഫുഡ് വെബ് എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഫുഡ് ചെയിനെയാണ് ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കറിയാം എനർജി ഫ്ലോ എങ്ങനെയാണ് പോകുന്നത്? ആദ്യം പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നു, ആൻഡ് അതാര് കഴിക്കുന്നു? ഈ പ്രൊഡ്യൂസേഴ്സ് ആയ ഗ്രീൻ പ്ലാന്റ്സിനെ കഴിക്കുന്നവര്. അവരെ നമ്മൾ ഹെർബിവോർസ് എന്ന് വിളിച്ചു. ഇനി ഇവരിന്ന് അങ്ങോട്ട് പോകും? ഇവരിന്ന് നെക്സ്റ്റ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്, അതായത് ഹെർബിവോർസിനെ കഴിക്കുന്നവർ സെക്കൻഡറി കൺസ്യൂമേഴ്സിലേക്ക് പോയി. ഇനി ഫൈനലി അടുത്തത് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഇങ്ങനെയാണ് എനർജി ഫ്ലോ നടക്കുന്നത്. ഇനി ഈ എനർജി ഫ്ലോ ഒരു ലോ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ലോ ആരാണ് കൊടുത്തത്? ആൻഡ് ആ ലോ എന്താണ് പറയുന്നത്? ആ ലോവിനെ നമ്മൾ വിളിച്ചു 10% ലോ ബൈ, ആ ആളുടെ പേര് അറിഞ്ഞിരിക്കണം,
ലിൻഡ്മാൻ പറഞ്ഞിരിക്കുന്ന 10% ലോ ആണ് ഈ എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ എനർജി ഫ്ലോ ഫോളോ ചെയ്യുന്നത്. ആ ലോ എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളെടുത്തു പ്രൊഡ്യൂസേഴ്സ് എത്ര എനർജി ഉണ്ടാക്കുന്നു, അവര് 1000 കിലോ കാലറി ഉണ്ടാക്കുന്നു. ഇനി ഇതിൽ നിന്ന് എത്ര എനർജി മാത്രമേ ഹെർബിവോർസിലേക്ക് പോകുന്നുള്ളൂ, അതിൽ നിന്ന് 10% മാത്രമേ അടുത്ത ട്രോഫിക് ലെവൽസിലേക്ക് ട്രാൻസ്ഫേർഡ് ആവുന്നുള്ളൂ. അപ്പോൾ ഹെർബിവോർസിന് എത്ര എനർജി കിട്ടി? 10% ഓഫ് 1000 കിലോ കാലറി എത്രയായിട്ട് വരും? 100 കിലോ കാലറി. അതാണ് ഹെർബിവോർസിന് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് അഗൈൻ ഇത് 100 ആണ്. ഇനി അഗൈൻ നെക്സ്റ്റ് തിങ്, ഇതിന്റെയും 10% ആണ് നെക്സ്റ്റ് ലെവൽ, അതായത് നെക്സ്റ്റ് ട്രോഫിക് ലെവൽ സെക്കൻഡറി കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നത്. അപ്പൊ അത് എത്രയായി? 10 ആയി. ഇനി അഗൈൻ ടെർഷറി കൺസ്യൂമേഴ്സിലേക്ക് എത്തുമ്പോൾ അത് എത്ര എനർജി ആയി? ഫൈനലി അത് 1 കിലോ കാലറി ആയി. ഇനി ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ എനർജി ഫ്ലോ കുറഞ്ഞ് വരുന്നുണ്ട്. അതായത് എക്സോസ്റ്റ് ചെയ്ത് ഫൈനലി ടെർഷറി കൺസ്യൂമേഴ്സ് വരെ എത്തിയപ്പോൾ തന്നെ അത് എത്രമാത്രം കുറഞ്ഞു? 1 കിലോ കാലറി ആയെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മാക്സിമം ട്രോഫിക് ലെവൽസ് 5 വരെ പോവാം. അതിനും അങ്ങോട്ട് അല്ലെങ്കിൽ അതിനും ശേഷം ഒരു ഫുഡ് ചെയിനിൽ ട്രോഫിക് ലെവൽസ് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? ആ ലാസ്റ്റ് താക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ള എനർജി ഒന്നും നമ്മുടെ ഈ ട്രാൻസ്ഫർ വഴി ഈ ലോ അബൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല. അപ്പൊ നമുക്ക് എന്താണ് അടുത്ത ഡെറിവേഷൻ? മാക്സിമം ട്രോഫിക് ലെവൽസ് എത്രയേ പാടുള്ളൂ? 5. അതിനും കൂടുതലായാൽ എനർജി ഫ്ലോ എന്തായിരിക്കില്ല, നമുക്ക് മീറ്റ് ചെയ്യുന്നതിന് ആവശ്യത്തിന് നമുക്ക് കിട്ടില്ല. ഇനി ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. ഇനി അതിനെ വെബ്സ് എന്ന് വിളിക്കുന്നത് എപ്പോ? ഡിഫറെന്റ് ഫുഡ് ചെയിൻ ഇന്റർ കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ അതിനെ വെബ്സ് എന്ന് വിളിച്ചു. ഇനി എന്തുകൊണ്ടാണ് ഈ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബ് ഫോം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഒരാള് അവരുടെ ഫുഡിന്റെ ആവശ്യകത റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേറൊരാളെ കഴിക്കുമ്പോൾ, അപ്പോൾ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഇന്റർ ഡിപ്പെൻഡൻസി, അതായത് ഒന്ന് മറ്റൊന്നിന് മേലെ ഡിപ്പെൻഡ് ചെയ്യുക. ഇനി അടുത്ത ഒരു ഡെഫിനിറ്റ് സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ, നോ എനർജി ദാറ്റ് ഇസ് ട്രാപ്ഡ് ഇൻ ടു എൻ ഓർഗാനിസം റിമെയിൻസ് ഇൻ ഇറ്റ് ഫോർ എവർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഒരു തുള്ളി എനർജി പോലും ഒരു ഓർഗാനിസത്തിൽ ഫോർ എവർ ആയിട്ട് ട്രാപ്പ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഓർഗാനിസം കൺസിഡർ ചെയ്യുക. ആ ഓർഗാനിസം ആർക്കും കൺസ്യൂമർ ആവുന്നില്ല എന്ന് വിചാരിച്ചു അതിന്റെ ജീവിതകാലം മുഴുവൻ. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ആ ഓർഗാനിസത്തിൽ അത് ട്രാപ്പ് ചെയ്യുന്നുണ്ടോ ആ എനർജി എന്ന് ചിന്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അത് ഒരിക്കലും എന്തായാലും മരിച്ചു പോകും. അപ്പോൾ മരിച്ചു വന്നതിന് ശേഷം എന്തായാലും അതിന് ഡീകമ്പോസിഷൻ നടക്കണം. അങ്ങനെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? ആ എനർജി ഫ്ലോ അഗെയിൻ കണ്ടിന്യൂ ചെയ്യാണ്, അല്ലാണ്ട് ആ ഓർഗാനിസത്തിൽ ട്രാപ്പായി കിടക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആദ്യം ഫുഡ് ഉണ്ടാക്കി എനർജി ട്രാപ്പ് ചെയ്ത് വെച്ചു പ്രൊഡ്യൂസർ. ഇനി അതാർക്ക് പാസ് ചെയ്യുന്നു? നമ്മുടെ കൺസ്യൂമേഴ്സിനെ. അല്ലെങ്കിൽ ആർക്കും പാസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും? അതിന്റെ ഡെത്ത് സംഭവിക്കുമ്പോൾ അതെങ്ങനെയാ? ഒരു ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബിന്റെ ബിഗിനിങ് ആണ്. അപ്പൊ അഗെയിൻ ആ എനർജി ട്രാൻസ്ഫർ തന്നെയാണ് ആവുന്നത്, ട്രാപ്പായി കിടക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി കിടക്കുന്നത് ഓൾറെഡി പറഞ്ഞൊരു സെന്റൻസ് ആണ്. ഓൾ ആനിമൽസ് ഡയറക്ട്ലി ആണോ ഇൻഡയറക്ട്ലി ആണോ? പക്ഷെ എല്ലാ ആനിമൽസും എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നു ഫോർ ദെയർ ഫുഡിന്റെ നീഡ്സിന്. അതുകൊണ്ട് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് നമ്മൾ എന്ത് വിളിച്ചു? കൺസ്യൂമേഴ്സ് ആൻഡ് ഓൾസോ ഹെട്രോട്രോഫ്സ്. ഹെട്രോട്രോഫ്സ് എന്തുകൊണ്ട് വിളിച്ചു? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, ലൈക്ക് ഗ്രീൻ പ്ലാന്റ്സ്. ഇനി കൺസ്യൂമർ എന്തുകൊണ്ട് വിളിച്ചു? അതിന്റെ ഫുഡിന്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനും പറ്റില്ല, അതിന്റെ ആവശ്യത്തിന് ബാക്കിയുള്ള പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർഗാനിസംസിനെ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമുള്ളതുണ്ട്. ഇനി ഇഫ് ദ ഫീഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ്, അതായത് ആ ആനിമൽസ് അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിസവും പ്ലാന്റ്സിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൽ ഫീഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? പ്രൈമറി കൺസ്യൂമേഴ്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് പല രീതിയിൽ ചോദിക്കും. പ്രൈമറി കൺസ്യൂമേഴ്സ് ആരെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഏതിലേക്കാണ് ഫീഡ് ചെയ്യുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സ് ഫീഡ് ഓൺ ദി പ്രൊഡ്യൂസേഴ്സ്, അതായത് ദ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ്. ഇനി ആനിമൽസ് ബാക്കിയുള്ള ആനിമൽസിനെ കഴിക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലാന്റ്സിനെ കഴിക്കാം.
അപ്പൊ നമ്മൾ അവരെയൊക്കെ, അതായത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കാത്ത ബാക്കി എല്ലാ ഓർഗാനിസംസിനെയും നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഇനി സെക്കൻഡറി കൺസ്യൂമേഴ്സ് എങ്ങനെയാ? പ്ലാന്റ്സ് നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളെ കഴിക്കോ, അല്ലെങ്കിൽ പ്ലാന്റ്സ് നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളെ അഗൈൻ കഴിക്കുകയോ ചെയ്യുമ്പോൾ, അതായത് ഡയറക്ട്ലി പ്ലാന്റ്സിനെ കഴിക്കുന്നില്ല, ബാക്കിയുള്ള ചെയിനിൽ എവിടെ കഴിക്കുന്നവരെ നമ്മൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. ഇനി ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സ് പോലെ നമുക്ക് ഏത് ടേമും കൂടി പറയാം? ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്നും പറയാം. കാരണം എന്തുകൊണ്ടാ? ടെർഷ്യറി കൺസ്യൂമേഴ്സ് സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ടെർഷ്യറി കൺസ്യൂമേഴ്സിന്റെ ടേം നമുക്ക് മനസ്സിലാവും. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സ്, അതായത് പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്നവര്, അവര് നമ്മൾ എന്ത് വിളിച്ചു? അവരാരായിരിക്കും? ഹെർബിവോറസ് ആയിരിക്കും. കാരണം ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്യണം. പ്രൊഡ്യൂസേഴ്സ് ആരാണ്? പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്നത് ഹെർബിവോറസ്. ഇനി എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹെർബിവോറസിന്റെ കോമൺ എക്സാമ്പിൾസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഹെർബിവോറസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ അതിന് നമ്മൾ എന്ത് പറ്റണം? ഫസ്റ്റ് ഹെർബിവോറസിന്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. അതാരൊക്കെയാ? ഇൻസെക്ട്സ് ആവാം, ബേർഡ്സ് ആവാം, മാമൽസ് ആവാം. ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെ പറയാം? മൊളസ്കിന് പറയാം. ഇനി ഇപ്പൊ ഇതുവരെ ഹെർബിവോറസ് വരെ എത്തിക്കഴിഞ്ഞു. ഇനി ഈ ഹെർബിവോറസിനെ കൺസ്യൂം ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിച്ചു? നമുക്കറിയാം പ്ലാന്റ്സിനെ അല്ല കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അവരെന്തായി? ബാക്കിയുള്ള ആനിമൽസിനെ കൺസ്യൂം ചെയ്യുന്നവരായി. അപ്പൊ ആനിമൽസിനെ കൺസ്യൂം ചെയ്യുന്നവരെ നമുക്കറിയാം എന്ത് വിളിക്കുന്നു? കാർണിവോറസ് എന്ന് വിളിച്ചു. ഇനി അഗൈൻ അവരെ മോർ കറക്റ്റ്ലി നമുക്ക് പ്രൈമറി കാർണിവോറസ് എന്ന് വിളിക്കാം. കാരണം എന്താ? അവർ ഡയറക്ട്ലി ഏതിനെയാണ്? നമ്മുടെ ഹെർബിവോറസിനെയാണ് കഴിക്കുന്നത്. നമ്മൾ കണ്ടുവന്ന ഫസ്റ്റ് കാർണിവോറസ് ആരായിരിക്കും? മറ്റ് ആനിമൽസിനെ കഴിക്കുന്നവര്. അതായത് മോർ പ്രിസൈസ്ലി ഹെർബിവോറസിനെ കഴിക്കുന്നവര് നമ്മൾ എന്ത് വിളിച്ചു? പ്രൈമറി കാർണിവോറസ്. പക്ഷെ കാർണിവോറസിന്റെ കൂടെ നമ്മൾ പ്രൈമറി എന്ന് പറഞ്ഞ ടേം ഇൻക്ലൂഡ് ചെയ്തുവെങ്കിലും കൺസ്യൂമേഴ്സിന്റെ കൂടെ നമ്മൾ ഏത് ടേം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ? സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം പ്രൈമറി കൺസ്യൂമേഴ്സ് ഓൾവേസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ഇനി സെക്കൻഡറി കാർണിവോറസ് എന്തായിരിക്കും? നമുക്കറിയാം പ്രൈമറി കാർണിവോറസിനെ കൺസ്യൂം ചെയ്യുന്നവരെ നമ്മൾ കുറച്ചും കൂടി പ്രിസൈസ്ലി സെക്കൻഡറി കാർണിവോറസ് എന്ന് വിളിച്ചു, ആ ചെയിൻ കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി ഒരു സിമ്പിൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നമ്മൾ എങ്ങനെ ഡെപ്പിക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എങ്ങനെ? ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് പ്രൊഡ്യൂസർ. അപ്പോൾ ആദ്യം നമ്മൾ ആര് എഴുതി? ഗ്രാസ്, വിച്ച് ഇസ് എ പ്രൊഡ്യൂസർ. ഇനി ഗ്രാസിന് ആര് കഴിച്ചു? ഗോട്ട് കഴിച്ചു. ഗോട്ട് അറിയാം എന്താണെന്നറിയാം നമുക്ക്? ഹെർബിവോറസ് ആണെന്നറിയാം. അപ്പൊ നമ്മളതിനെ പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിച്ചു. ഇനി ഗോട്ടിനെ ഒരു മാൻ കഴിച്ചാൽ മാൻ ആരായി? സെക്കൻഡറി കൺസ്യൂമേഴ്സ് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി ഇപ്പൊ നമ്മൾ എന്ത് കണ്ടു? ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഇനി നമുക്ക് ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലേക്ക് കടക്കാം. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം മെൻഷൻ ചെയ്തിരുന്നു. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന വേർഡ് അല്ലെങ്കിൽ ടേം. ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഓൾവേസ് ബിഗിൻസ് വിത്ത് ഡാഷ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? എപ്പോഴും ഡെഡ് ഓർഗാനിക് മാറ്ററിലാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എപ്പോഴും ബിഗിൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിനിൽ മെയിൻലി ആരായിരിക്കും കോമ്പണൻസ്? നമ്മുടെ ഡീകമ്പോസേഴ്സ്. കാരണം ഡീകമ്പോസേഴ്സ് ആണ് ഡെഡ് ഓർഗാനിക് മാറ്ററിൽ ഫീഡ് ചെയ്ത് ജീവിക്കുന്നവർ. ആൻഡ് അഗെയിൻ അവരെന്തായി? ഹെട്രോട്രോഫിക് ആയി. കാരണം ബാക്കിയുള്ള ഓർഗാനിസംസിനെ തിന്ന് ജീവിക്കുന്നതാണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നില്ല. ഇനി അതിന്റെ മെയിൻ എക്സാമ്പിൾസ് ചോദിച്ചാൽ എന്ത് പറയും? ഫംഗൈ, സം ഫംഗൈ, അല്ലെങ്കിൽ ചില ബാക്ടീരിയ. ഇനി ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ബാക്കിയുള്ള ന്യൂട്രിയൻ റിക്വയർമെന്റ്സ് അവരെങ്ങനെ മീറ്റ് ചെയ്യുന്നു? നമ്മുടെ ഡീഗ്രേഡിങ് ഡെഡ് ഓർഗാനിക് മാറ്റർ, അല്ലെങ്കിൽ അതിന് നമ്മൾ ഒരൊറ്റ ടേമിന്റെ ഡെട്രിറ്റസ് എന്ന് വിളിച്ചു. ആ ഡെട്രിറ്റസിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ എനർജി റിക്വയർമെന്റ് ഉള്ളത്. ഇനി നമുക്കറിയാം ഡെഡ് ഡീക്കേയിങ് മാറ്ററിനെ കഴിക്കുന്നവരെ നമ്മൾ എന്ത് വിളിച്ചു? സാപ്രോട്രോഫ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിരുന്നു, ഹെർബിവോറസിനെ കണ്ടിരുന്നു, കാർണിവോറസിനെ കണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ ഇനി ഒരു ടേം പഠിക്കാൻ പോവാണ്. അത് ഓട്ടോട്രോഫ്, ഹെറ്റോട്രോഫ്സ് എന്ന് കണ്ടതുപോലെ ഇനി നമുക്ക് പഠിക്കുന്ന ടേം സാപ്രോട്രോഫ്സ്. സാപ്രോട്രോഫ്സ് അതിന്റെ ടേമിന്റെ ലിറ്ററൽ മീനിങ് ടു ഡീകമ്പോസ്. അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിന് ഫുഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫുഡ് എടുക്കുന്ന അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നവരെ നമ്മൾ സാപ്രോട്രോഫ്സ് എന്ന് വിളിച്ചു. ഇനി ഈ ഡീകമ്പോസേഴ്സ് എങ്ങനെയാണ് ഡെട്രിറ്റസ് അല്ലെങ്കിൽ ഡീക്കേയിങ് മാറ്ററിൽ ആക്ട് ചെയ്യുന്നത്? ഈ ഡീകമ്പോസ് എന്ത് ചെയ്യും? ഡീകമ്പോസേഴ്സ് അവർ പ്രത്യേക ഡൈജസ്റ്റീവ് എൻസൈംസ് റിലീസ് ചെയ്യും. ആൻഡ് ഇവര് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആരെ?
dead and waste മെറ്റീരിയൽസിനെ ഇൻറ്റു സിമ്പിൾ ഇനോർഗാനിക് മെറ്റീരിയൽസ്. ആൻഡ് ഈ സിമ്പിൾ ഇനോർഗാനിക് മെറ്റീരിയൽസിനെ അവർ അസിമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യും. ആൻഡ് ഫൈനലി എനർജി അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കും. ഇനി ഒരു MCQ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടെസ്റ്റിൽ ഈ ചാപ്റ്ററിന് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ an aquatic ecosystem dash is the major conduit for energy flow. അതിന്റെ ആൻസർ എന്തായിട്ട് വരും? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. പക്ഷെ ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ഒരു ലാർജർ ഫ്രാക്ഷൻ ഓഫ് എനർജിയാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലേക്ക് കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദാൻ ത്രൂ GFC അല്ലെങ്കിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. അപ്പൊ നമുക്ക് ആദ്യം ഗ്രേസിംഗ് ഫുഡ് ചെയിൻ കൂടുതലായിട്ടുള്ള എനർജി ഫ്ലോ മേജർ കണ്ടുവിറ്റ് ആയിട്ട് വരുന്നത് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലും, നേരെ തിരിച്ചാണ് ടെറസ്ട്രിയൽ കുറച്ചും കൂടി ഡെട്രിറ്റസ് ഫുഡ് ചെയിനിൽ കൂടിയാണ് എനർജി ഫ്ലോ നടക്കുന്നത്. സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും ഫുഡ് വെബ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം എല്ലാം മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസംസ് ആർ ഇന്റർ ഡിപെൻഡന്റ് ഓൺ ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിനും ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഏതെങ്കിലും ഒരു ലെവലിൽ ഇന്റർ കണക്ട് ചെയ്യുന്നു. അതായത് സം ഓഫ് ദി ഓർഗാനിസംസ് ഓഫ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ത് വരും? ഫോർ എക്സാമ്പിൾ ഡെട്രിറ്റസിനെ ഡീകമ്പോസ് ചെയ്യുന്നതാണ് എർത്ത് വേം. ഈ എർത്ത് വേമിനെ ഒരു ബേർഡ് കഴിക്കുകയാണ്. അപ്പോൾ ബേർഡ് കഴിക്കാൻ നമുക്കറിയാം ബേർഡിന് ചിലപ്പോൾ നട്ട്സും കഴിക്കാം. ഈ ബേർഡ് നട്ട് കഴിക്കുമ്പോൾ അതൊരു എന്താവും? ഹെർബിവോറസ് ആവും. അപ്പോൾ പക്ഷെ ഇതേ സാധനം ഒരു ഡെട്രിറ്റിവോറസിനെ കഴിക്കുകയാണെങ്കിൽ അവരെങ്ങനെയാവും? ഇവര് ഈ ഫുഡ് ചെയിനിന്റെ ഒരു ഭാഗമായി വരികയാണ്. അപ്പോൾ സം ഓഫ് ദി ഓർഗാനിസംസ് ഓഫ് DFC അല്ലെങ്കിൽ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആർ പ്രേ ടു ദി ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആനിമൽസ്. അപ്പോൾ and in a natural ecosystem some animals like cockroaches, crows etc are omnivorous. അതായത് അവർക്ക് ഒന്നുകിൽ ഹെർബിവോറസിനെ കഴിക്കാം, അല്ലെങ്കിൽ ഒന്നുകിൽ പ്ലാന്റ്സിനെ കഴിക്കാം, അല്ലെങ്കിൽ ആനിമൽസിനെ കഴിക്കാം അക്കോർഡിംഗ് ടു വാട്ട് എവർ ദേ ഗെറ്റ്. അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഓംനിവോറസ്. ആൻഡ് ഈ ഓംനിവോറസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു കണക്ഷനും കിട്ടുന്നു ബിറ്റ്വീൻ DFC ആൻഡ് GFC. ഇനി ഇങ്ങനെയുള്ള നാച്ചുറൽ ഇന്റർ കണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻ കാണുമ്പോൾ ആ റെപ്രസെന്റേഷനെ നമ്മൾ എന്ത് വിളിച്ചു? ഫുഡ് വെബ്. ഇനി ഓർഗാനിസംസ് ഓക്യുപ്പൈ എ പ്ലേസ് ഇൻ ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഓർ ഇൻ എ കമ്മ്യൂണിറ്റി. ഏത് ബേസിസിലാണ് ഒരു ഓർഗാനിസം ഒരു സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഏത് പ്ലേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് തീരുമാനിക്കുന്നത്? നമുക്കറിയാം ട്രോഫിക് ലെവൽ അനുസരിച്ചാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പോൾ അവരുടെ ഫീഡിങ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഓർഗാനിസം ഡിസൈഡ്സ് അല്ലെങ്കിൽ ഡിറ്റർമിൻസ് വിച്ച് പൊസിഷൻ ദേ ഷുഡ് ഓക്യുപ്പൈ ഇൻ ദി നാച്ചുറൽ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ. ഇനി അപ്പൊ നമുക്കറിയാം ഫീഡിങ് റിലേഷൻഷിപ്പ് വെച്ചാണ് നമ്മൾ തരംതിരിക്കുന്നത് ഓരോ ട്രോഫിക് ലെവലിൽ ആരൊക്കെ ഓർഗാനിസം വരണം അല്ലെങ്കിൽ ഓക്യുപ്പൈ ചെയ്യണം എന്നുള്ളത്. ഇനി ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് ദി ന്യൂട്രീഷൻ ഓർ ഫുഡ് നമുക്കറിയാം ഓരോ ഓർഗാനിസംസും ഓക്യുപ്പൈ എ സ്പെസിഫിക് പ്ലേസ് ഇൻ ദ ഫുഡ് ചെയിൻ. ആൻഡ് ആ ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷനെ നമ്മൾ വേറൊരു ടേം വിളിച്ചു, അതാണ് ട്രോഫിക് ലെവൽ. ഇനി ഫസ്റ്റ് ട്രോഫിക് ലെവൽ, ഏറ്റവും ആദ്യത്തെ ട്രോഫിക് ലെവൽ ഓക്യുപ്പൈ ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഡൗട്ടുമില്ലാണ് നമുക്ക് പറയാൻ പറ്റും പ്രൊഡ്യൂസേഴ്സ് ആണ് എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവൽ. അതായത് സ്വയം ഫുഡ് ഉണ്ടാക്കി ട്രാപ്പ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇനി ഫസ്റ്റ് ട്രോഫിക് ലെവൽ കഴിഞ്ഞ് സെക്കൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റും? ഹെർബിവോറസ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ്. ഇനി അഗെയിൻ ഒരു ലെവൽ കൂടി ടേർഷ്യറി ലെവലിലേക്ക് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റും? കാർണിവോറസ് അല്ലെങ്കിൽ സെക്കൻഡറി കൺസ്യൂമർ. ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട് which is a representation of trophic levels. അപ്പോൾ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ നമുക്ക് ആരെയാണ് കാണാൻ പറ്റുക? പ്രൊഡ്യൂസേഴ്സ്. ഇനി സെക്കൻഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഏത് തരത്തിലുള്ള ഓർഗാനിസംസിനെ കാണാൻ പറ്റും? പ്ലാന്റിനെ കഴിക്കുന്നവർ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നവർ, അതാണ് ഹെർബിവോറസ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിച്ചു. ഇനി അഗെയിൻ ഒരു ലെവൽ മേലെ പോകുകയാണെങ്കിൽ കാർണിവോറസ്, അവർ ഏത് ഓക്യുപ്പൈ ചെയ്തു? സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിട്ട് ഓക്യുപ്പൈ ചെയ്തു. ഇനി ഫോർത്ത് ട്രോഫിക് ലെവൽ അതിനെ നമ്മൾ ടോപ്പ് കാർണിവോർ എന്ന് വിളിച്ചു. ഇനി അവരേതാണ്? ടേർഷ്യറി കൺസ്യൂമർ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഇത്രയും പഠിച്ചതിൽ മാൻ ഏത് ട്രോഫിക് ലെവലിലായിരിക്കും ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്? ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ട് മാൻ ടേർഷ്യറി കൺസ്യൂമർ ലെവലിലേക്ക് വരെ പോകാൻ പറ്റും, അതായത് ടോപ്പ് കാർണിവോർ ലെവലിലേക്ക് വരെ പോകാൻ പറ്റും. ഇനി ഡയറക്ട്ലി ഒരു ഗ്രാസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിനെ മാൻ കഴിച്ചാൽ ദെൻ മാൻ ഏത് ഓക്യുപ്പൈ ചെയ്യും?
പ്രൈമറി കൺസ്യൂമർ ലെവൽ ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഒരു ട്രോഫിക് ലെവൽ ഒക്യുപ്പൈ ചെയ്യുന്നു എന്നുള്ളത് പെർമനന്റ് അല്ല, അത് അതിന്റെ ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഈ ബോക്സിൽ നിന്ന് എക്സാമ്പിൾസ് ഫോർ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സൈഡിൽ തന്ന ഓർഗാനിസംസിന്റെ പേര് ആൻഡ് ദ ലെവൽ ദേ ബിലോങ് ടു അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഫൈറ്റോ പ്ലാങ്ടണും ഗ്രാസും ട്രീസും എടുത്താല് അവര് എപ്പോഴും ഓൾവേസ് പ്രൊഡ്യൂസർ ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഒക്യുപ്പൈ ചെയ്യുള്ളൂ. കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് ഒരു വേറെ ആൾക്കാരെ കഴിക്കാൻ പോകുന്നില്ല, ഡയറക്ട്ലി ഫുഡ് ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റും. ഇനി സൂ പ്ലാങ്ടൺ എടുക്കുകയാണെങ്കിൽ സൂ പ്ലാങ്ടൺ നമുക്കറിയാം എന്തിനെ കഴിക്കുന്നത്, ഫൈറ്റോ പ്ലാങ്ടനെ കഴിക്കുന്നവരാണ്. അപ്പോ അത് ഏത് ലെവലായി, പ്രൈമറി കൺസ്യൂമർ ലെവലായി. ഇനി ഗ്രാസ് ഹോപ്പർ ചോദിക്കുകയാണെങ്കിൽ ഗ്രാസിനെ കഴിക്കുന്നവരാണ്, അഗെയിൻ അവർ പ്രൈമറി കൺസ്യൂമേഴ്സ് ആയി. കൗ നമുക്കറിയാം, കൗ എങ്ങനെയാ ഹെർബിവോറസ് ആണ്, അതുകൊണ്ട് അവർ അഗെയിൻ പ്രൈമറി കൺസ്യൂമർ ആയി. ഇനി ബേർഡ്സ്, ഫിഷസ്, വൂൾഫ് എന്നുള്ളതൊക്കെ ഏതിന്റെ മേലെ വരും, പ്രൈമറി കൺസ്യൂമേഴ്സിന്റെ ലെവലിന്റെ മേലെ വരും. അല്ലെങ്കിൽ ബേർഡ്സ് ഇപ്പൊ ഡയറക്ട്ലി ഏതെങ്കിലും ഒരു ഗ്രാസോ നട്ടോ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രൈമറി കൺസ്യൂമർ ലെവലിലേക്ക് താഴാനും ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പെർമനന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിന്റെ മേലെയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറിയെന്ന് വരാം. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, amount of energy. ഞാൻ നേരത്തെ 10% ലോ ഓഫ് ലിൻമൻ പറഞ്ഞിരുന്നു. അതിന് നമ്മൾ എന്ത് കണ്ടു, ഓരോ ട്രോഫിക് ലെവലും സക്സസീവ് ട്രോഫിക് ലെവൽസിലേക്ക് മേലോട്ട് പോകുന്നവരും amount of energy ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഓർഗാനിസത്തിന്റെ ഡെത്ത് വരികയാണ്. ആ ഡെത്ത് വരുമ്പോൾ ഇറ്റ് ഇസ് അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു ഡെഡ് ഇറ്റസ് അല്ലെങ്കിൽ ഡെഡ് ബയോമാസ്. ഇനി ഡെഡ് ബയോമാസ് അഗെയിൻ ഏത് ഫുഡ് ചെയിന് ലീഡ് ചെയ്യും, അല്ലെങ്കിൽ ഫുഡ് ചെയിന് ബിഗിനിങ് ആയിരിക്കും, നമ്മുടെ ഡീകമ്പോസേഴ്സിന്റെ അതായത് ഡെഡ് ഇറ്റസ് ഫുഡ് ചെയിന്റെ ബിഗിനിങ് അവിടെ ഉണ്ടാവും. ഇനി ഓർഗാനിസംസ് അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ ഏതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഓൺ ദോസ് അറ്റ് ദി ലോവർ ട്രോഫിക് ലെവൽ. ഈ ലോവർ അറിഞ്ഞിരിക്കുക, എക്സാമിന് ചോദിച്ചാൽ ഹയർ ട്രോഫിക് ലെവൽ എന്ന് തന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അത് തെറ്റാണ്. കാരണം ഓരോ ലെവലിലെയും അതിന്റെ താഴത്തെ ലെവലിലെ ആൾക്കാരെയാണ് എനർജി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ കഴിക്കുന്നത്. ഇനി നമ്മൾ എനർജീന്റെ ടേംസിൽ പറഞ്ഞിരുന്നു, എനർജി ട്രാപ്പ് ആവുന്നുണ്ട് ഓരോ ലെവലിലും. ഇതേപോലെ നമുക്ക് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് സ്റ്റാൻഡിങ് ക്രോപ്പ്? ഓരോ ട്രോഫിക് ലെവലിലും ഒരു മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ ഉണ്ട്. ആ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഒക്യുപ്പൈഡ് ഇൻ ഈച്ച് ട്രോഫിക് ലെവലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റാൻഡിങ് ക്രോപ്പ്. സ്റ്റാൻഡിങ് ക്രോപ്പ് ബേസിക്കലി മാസ് ആണ്. എന്തിന്റെ മാസ്? ലിവിങ് മെറ്റീരിയലിന്റെ മാസ് ആണ്. ഇത്രയും അറിഞ്ഞിരിക്കുക. ആൻഡ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈമും ഈച്ച് ട്രോഫിക് ലെവലും ആഡ് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് മെഷർ ചെയ്യുന്നത്? ഇറ്റ് ഇസ് മെഷേർഡ് ആസ് ദി മാസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. മാസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, അതിന് നമ്മൾ എന്ത് വിളിച്ചു? ബയോമാസ്. അല്ലെങ്കിൽ ഓർ ദി നമ്പർ ഇൻ എ യൂണിറ്റ് ഏരിയ ആയിട്ടും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഇതേ ബയോമാസ് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഒന്നുകിൽ ഫ്രഷ് വെയിറ്റ് അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ്. ഫ്രഷ് വെയിറ്റ് ആയിട്ടും ഡ്രൈ വെയിറ്റ് ആയിട്ടും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി ഏതായിരിക്കും കൂടുതൽ ആക്യുറേറ്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? NCERT ക്ലിയർലി പറയുന്നു, മെഷർമെന്റ് ഓഫ് ബയോമാസ് ഇൻ ടേംസ് ഓഫ് ഡ്രൈ വെയിറ്റ് ഇസ് മോർ ആക്യുറേറ്റ്. എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം വെറ്റ് വെയിറ്റ് മോയ്സ്ചർ കണ്ടന്റ് അനുസരിച്ച് എക്സ്ട്രീംലി വേരിയബിൾ ആണ്, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ആക്യുറസി എത്രത്തോളം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏതായിരിക്കും കൂടുതൽ ആക്യുറേറ്റ്? ഡ്രൈ വെയിറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ കടക്കുന്നു 10% ലോ. എന്താണ്? ഓൺലി 10% ഓഫ് ദി എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു ഈച്ച് ട്രോഫിക് ലെവൽ ഫ്രം ദി ലോവർ ട്രോഫിക് ലെവൽ. അത് കൊണ്ടുവന്ന ആരാണ്? ലിൻഡ്മാൻ. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇവര് ചോദിക്കാണ്, നേച്ചറിൽ ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് സോ മെനി ലെവൽസ്? അതായത് പ്രൊഡ്യൂസർ, ഹെർബിവോർ, പ്രൈമറി കാർണിവോർ, സെക്കൻഡറി കാർണിവോർ, അങ്ങനെ ഗ്രേസിംഗ് ചെയിനിൽ കുറെ ലെവൽസ്, അൺലിമിറ്റഡ് ലെവൽസ് കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? മാക്സിമം ഒരു 5 വരെ എനർജി സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ബാക്കിയുള്ള അങ്ങോട്ടേക്ക് കിട്ടുന്ന എനർജി അത്രയും കുറവായിരിക്കും. ഇനി എനർജി ഫ്ലോ ത്രൂ ഡിഫറെന്റ് ട്രോഫിക് ലെവൽസ്. ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഉണ്ട്. എന്താണ് അത് പറയുന്നത്? സണ്ണിൽ നിന്ന് സൺലൈറ്റ് വരുന്നു. സൺലൈറ്റ് ഏതാണ്? ഹീറ്റിന്റെ ഫോമിലാണ് വരുന്നത്. ആൻഡ് കുറച്ച് ഇതിൽ നിന്ന് ലോസ് ആയി പോകുന്നുണ്ട്, ബാക്കി
എത്രയെങ്കിലും നമ്മൾ ഓൾറെഡി പഠിച്ചു ലെസ് ദാൻ 50%, എത്ര ഇൻസിഡന്റിൽ നിന്ന് ലെസ് ദാൻ 50% പ്ലാന്റ്സ് എടുക്കുന്നു. ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഓക്യുപ്പൈ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് എടുക്കുന്നു. ഇനി ഇതിൽ നിന്ന് കുറച്ച് പോയി പുറത്ത്, എന്നിട്ട് ബാക്കിയുള്ളത് നെക്സ്റ്റ് ലെവൽ സെക്കൻഡ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്നു. അഗെയിൻ ഒരു ഫുഡ് ചെയിൻ കാണിക്കാണ്. ഈ വേമിന് ബേർഡ് കഴിക്കുന്നു, ബേർഡിന് ഒരു വൾച്ചർ കഴിക്കുന്നു. അപ്പോൾ ഡിഫറെന്റ് ട്രോഫിക് ലെവൽസ് കാണാം, അവർ ഒക്യുപ്പൈ ചെയ്യുന്ന ലെവൽസ് കാണാം, അഗെയിൻ ഹീറ്റ് ഡിസിപ്പേറ്റ് ആവുന്നത് കാണാം. ഇനി ഇന്റർ കണക്ഷൻ ഫുഡ് വെബ് വരുമ്പോൾ നമുക്കറിയാം ഇവര് ഈ മെയിൻ ചെയിനിൽ ആരെങ്കിലും മരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഡീകമ്പോസസ് വന്ന് അഗെയിൻ അവര് ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കാണുന്നു. അപ്പോൾ ആ ഫുൾ ഫുഡ് ചെയിൻ അക്രോസ് ഡിഫറെന്റ് ട്രോഫിക് ലെവൽസ് ആണ് ഈ ഡയഗ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത്രയും പഠിച്ചത് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടു? ഫുഡ് ചെയിൻ വേഴ്സസ് ഫുഡ് വെബ് ഓൾറെഡി കണ്ടു. 10% ലോ ബൈ ലിൻഡ്മാൻ കണ്ടു. എങ്ങനെയാണ് അത് പോവുക, മാക്സിമം എത്ര ട്രോഫിക് ലെവൽസ് വരെ പോവാന്ന് കണ്ടു. ഇനി ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ, FC ഫോർ ഫുഡ് ചെയിൻ നമ്മൾ 2 ടൈപ്പ് കണ്ടു. ഗ്രേസിംഗ് ഫുൾ എഴുതുന്നില്ല, നമ്മൾ ഓൾറെഡി NCERT വായിച്ചിട്ടുണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആൻഡ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. അപ്പോൾ പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് എന്താണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെ വെച്ചാണ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇവിടെ പ്രൊഡ്യൂസറെ വെച്ചായിരിക്കും ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെട്രിറ്റസ് ഫുഡ് ചെയിനിൽ ആരായിരിക്കും ആദ്യം എപ്പോഴും കാണുക? ഡെട്രിറ്റസ് അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ഇനി സോഴ്സ് ഓഫ് എനർജി നോക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? പ്രൊഡ്യൂസേഴ്സിന് സൺ ആണ് സോഴ്സ് ഓഫ് എനർജി. അതായത് ഗ്രേസിംഗ് ഫുഡ് ചെയിന് മെയിൻ സോഴ്സ് ഓഫ് എനർജി സൺ ആണ്. പക്ഷെ ഡെട്രിറ്റസ് ഫുഡ് ചെയിന് സൺ ആണെന്ന് വെച്ചാൽ പറയാൻ പറ്റും, സൺ അല്ല. ഇനി 10% ലോ ഫോളോ ചെയ്യുന്നത് എല്ലാരും ഫോളോ ചെയ്യും, പക്ഷെ കുറച്ചും കൂടി ക്ലിയർലി നമുക്ക് കാണുന്നത് എങ്ങനെയാ? ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ഉണ്ട് ആൻഡ് ഡെട്രിറ്റസ് ഫുഡ് ചെയിനിൽ ഇല്ല. ഇനി ഒരു എക്സാമ്പിൾ പറയാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിനില്. അപ്പൊ നമുക്കറിയാം ഓൾവേസ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് ഡെട്രിറ്റസ്. ഇനി ഡെട്രിറ്റസിന് ആര് കഴിക്കുന്നു? ഒരു ഡെട്രിറ്റിവോറസ്. ഫോർ എക്സാമ്പിൾ എർത്ത് ആര് കഴിക്കും? ബേർഡ് കഴിക്കുന്നു. ഇനി ബേർഡിനെ നമുക്ക് ഏതെങ്കിലും വേറെ ഓർഗൻസ് ലൈക്ക് ഫാൽക്കൺ കഴിക്കുന്നു ഫോർ എക്സാമ്പിൾ എടുത്തോളാം. ഇനി ഇത്രയും കണ്ടു, സമ്മറൈസ് ചെയ്തു. ഇനി എക്സാമ്പിൾ ഫോർ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നമുക്കറിയാം അക്വാട്ടിക്കും കാണാം ടെറസ്ട്രിയലും കാണാം. അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ. ഇനി അക്വാട്ടിക്കിന്റെ എക്സാമ്പിൾ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? അക്വാട്ടിക്കിൽ ഫസ്റ്റ് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയിരിക്കും മോസ്റ്റ് കോമൺലി സീൻ. അപ്പൊ നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺ എഴുതും. ഇനി ഇതിനാര് കഴിക്കുന്നു? സൂ പ്ലാങ്ക്ടൺ. ഇനി ഇതിനാര് കഴിച്ചു? സ്മോൾ ഫിഷസിന് ലാർജ് ഫിഷസ് കഴിക്കുന്നു. ഇനി ടെറസ്ട്രിയലിന്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഗ്രാസ് എടുക്കാം ആസ് എ പ്രൊഡ്യൂസർ. ഗ്രാസിന് ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു. ഗ്രാസ് ഹോപ്പറിന് ഫോർ എക്സാമ്പിൾ ഫ്രോഗ് കഴിക്കുന്നു. ഫ്രോഗിന് സ്നേക്ക് കഴിക്കുന്നു. ആൻഡ് ഫൈനലി സ്നേക്കിന് ഈഗിള് കഴിക്കുന്നു. ഇനി ഇതുവരെ NCERT കാണാത്ത ഒരു ടൈപ്പും കൂടി ഞാൻ പറയാണ്, പാരസിറ്റിക് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഓക്സിലറി ഫുഡ് ചെയിൻ. പാരസിറ്റിക് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഓക്സിലറി ഫുഡ് ചെയിൻ. ഫോർ എക്സാമ്പിൾ ഒരു ട്രീ എടുക്കാം. ആ ട്രീയിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ബേർഡിനെ കാണാൻ പറ്റും. അഗെയിൻ ഈ ബേർഡിന്റെ മേലെ എന്ത് കാണാൻ പറ്റും? കുറെ പാരസൈറ്റ്സിനെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടിക്സ് അല്ലെങ്കിൽ ലൈസ്. അഗെയിൻ ഈ ടിക്സിനെ അല്ലെങ്കിൽ ലൈസിനെ ആര് കഴിക്കുന്നു? ഹൈപ്പർ പാരസൈറ്റ്. അതായത് ഒരു പാരസൈറ്റിനെ കഴിക്കുന്ന ആളെ നമുക്ക് ഹൈപ്പർ പാരസൈറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് ഈ പാരസൈറ്റിനെയും ഹൈപ്പർ പാരസൈറ്റിനെയും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ് ചെയിന് പാരസിറ്റിക് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഓക്സിലറി ഫുഡ് ചെയിൻ എന്ന് പറയാൻ പറ്റൂ. നമ്മൾ പാരസിറ്റിക് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഓക്സിലറി ഫുഡ് ചെയിൻ ഒരു ഓപ്ഷൻ കണ്ടാൽ നമ്മൾ എന്താന്ന് അന്തം വിട്ടിരിക്കരുത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത്. ഇനി നമ്മൾ NCERT വായിച്ചപ്പോൾ ഓൾറെഡി സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താന്ന് പഠിച്ചു. ഇനി
സ്റ്റാൻഡിങ് ക്രോപ്പിനെ കൺഫ്യൂസ് ചെയ്യരുത് വിത്ത് സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. കാരണം എന്താ, സ്റ്റാൻഡിങ് ക്രോപ്പ് നമ്മൾ ഓൾറെഡി കണ്ടു, amount of organic content ആണ് അതിന്റെ amount ആണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്നുള്ള ടേം. പക്ഷെ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്താണ്, ഇറ്റ് ഇസ് ദി ഇനോർഗാനിക് കണ്ടന്റിന്റെ അല്ലെങ്കിൽ ഇനോർഗാനിക് മാറ്ററിന്റെ amount. ഇനോർഗാനിക് മാറ്ററിന്റെ amount പറയുന്നതാണ് ഏത്, സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. അത് ഏതിന്റെ ടേംസിൽ പറയാം, ഇൻ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ടൈമിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി സ്റ്റാൻഡിങ് ക്രോപ്പിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഓർഗാനിക് കണ്ടന്റ് അതായത് ലിവിങ് ഓർഗാനിസംസിന്റെ എത്ര ബയോമാസ് ആണെന്നാണ് പറയുന്നത്. അതൊന്നിക്കലും നമുക്ക് amount ഓഫ് ബയോമാസിന്റെ ടേംസിൽ പറയാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർഗാനിസംസിന്റെ ബേസിലും പറയാം. ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കാണ്, ഒരു ഇൻസെക്ടിവോറസ് പ്ലാന്റ് ഏത് ട്രോഫിക് ലെവലായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ എക്സാമ്പിൾ ഇതൊരു ഇൻസെക്ട് ആണ് ഫോർ എക്സാമ്പിൾ എടുത്തോളാം. ആൻഡ് ഈ ഇൻസെക്ട്സിനെ ഒരു ഇൻസെക്ടിവോറസ് കഴിച്ചു. ഈ ഇൻസെക്ടിവോറസ് ഏത് ലെവലാണ്, അതായത് ഇൻസെക്ട് നമുക്കറിയാം ഒരു പ്രൈമറി കൺസ്യൂമർ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇൻസെക്ടിനെ കഴിക്കുന്നവരെ നമുക്ക് തേർഡ് ട്രോഫിക് ലെവലിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രാസ് ഹോപ്പർ ഒരു ഇൻസെക്ട് ആണ്, ഗ്രാസിനെ കഴിക്കുന്നു, അപ്പോൾ പ്രൈമറി കൺസ്യൂമർ ആയി ആര്, ഗ്രാസ് ഹോപ്പർ. ഇനി അഗെയിൻ ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ആളാണ് ഈ ഇൻസെക്ടിവോറസ്. അത് ഏത് ലെവലിൽ പറയാൻ പറ്റും, T3 പറയാൻ പറ്റും. ഇതാണ് മോസ്റ്റ് കോമൺലി. അതും അല്ലെങ്കിൽ ഒരു ഇൻസെക്ടിവോറസ് പ്ലാന്റിനെ നമുക്ക് T1 പറയാൻ പറ്റും, ഫസ്റ്റ് ട്രോഫിക് ലെവൽ. കാരണം എന്താ, അവർക്ക് ഡയറക്ട്ലി ഫുഡ് ഉണ്ടാക്കാനും പറ്റും, ബാക്കിയുള്ള ഇൻസെക്ട്സിനെ കഴിച്ചും ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ഹൈഡ്ര ഏത് ട്രോഫിക് ലെവലാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും, ഹൈഡ്ര തേർഡ് ട്രോഫിക് ലെവലായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ സ്പാരോ ഏത് ലെവലായിരിക്കും, നമുക്കറിയാം സ്പാരോ ഒരു ബേർഡ് ആണ്. ഈ ബേർഡ് ആയതുകൊണ്ട് തന്നെ ഒന്നിക്കൽ സീഡ് കഴിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സ് കഴിക്കാം, അതും അല്ലെങ്കിൽ സ്പാരോന് ഇൻസെക്ട്സിനെ കഴിക്കാം. സീഡിനെ കഴിക്കുന്നത് T2 ലെവൽ ഒക്യുപ്പൈ ചെയ്യും, ആൻഡ് ബാക്കിയുള്ള ഇൻസെക്ട്സിനെ കഴിക്കുന്നത് T3 ലെവൽ ഒക്യുപ്പൈ ചെയ്യും. ഒരു മാൻ ഹു കൺസ്യൂംസ് മിൽക്ക് ചോദിക്കുകയാണ്, അപ്പൊ എന്താ പറയാൻ പറ്റും, നമുക്കറിയാം മാൻ മിൽക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ നമുക്കറിയാം മിൽക്ക് ഉണ്ടാക്കുന്നത് കൗ ആണ്. അപ്പോൾ കൗ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൗ നമുക്കറിയാം ഹെർബിവോറസ് ആണ്. അപ്പൊ അഗൈൻ T1 ഏതായിരിക്കും, T1 ഒരു ഗ്രാസ്, T2 എന്തായിരിക്കും, T2 കൗവിൽ നിന്ന് മിൽക്ക് കഴിക്കുന്ന ആള് മാൻ. അപ്പൊ ഏത് ലെവലിൽ വരും, T3. അപ്പോ ഇത്രയും എക്സാമ്പിൾസ് ആണ് പറയേണ്ടത്. ഇനി നെക്സ്റ്റ് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ ഇക്കോളജിക്കൽ പിരമിഡ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തറിയണം, വാട്ട് ഇസ് എൻ ഇക്കോളജിക്കൽ പിരമിഡ് എന്താണ്. നമുക്കറിയാം ബാക്കിയുള്ള റെപ്രസെന്റേഷൻ ഇതുവരെ കണ്ടതുപോലെ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞ റെപ്രസെന്റേഷൻ, ഫുഡ് വെബ് എന്ന് പറഞ്ഞ റെപ്രസെന്റേഷൻ ഒക്കെ കണ്ട പോലെ ഇതും ഒരു തരത്തിലുള്ള റെപ്രസെന്റേഷൻ ആണ്. എന്തിനെ റെപ്രസെന്റ് ചെയ്യും, നമ്മളതിനെ ഇക്കോളജിക്കൽ പിരമിഡ് of various ecological parameters. ഇതിനെയാണ് ഇക്കോളജിക്കൽ പിരമിഡ് നമ്മൾ വിളിച്ചത്. ഈ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടു, ഇക്കോളജിക്കൽ പിരമിഡ്സിന്റെ ഡെഫിനിഷൻ കണ്ടു. ഇനി ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ പിരമിഡ്സ് ഒന്നുകിൽ പിരമിഡ് ഓഫ് നമ്പർ ആയിട്ട് പറയാൻ പറ്റും, പിരമിഡ് ഓഫ് നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഏതായിട്ട് പറയാൻ പറ്റും, പിരമിഡ് ഓഫ് ബയോമാസ്. അതും അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, തേർഡ് പിരമിഡ് ഓഫ് എനർജി. ഈ മൂന്നെണ്ണാണ് നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ ടൈപ്സ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സ്. ഇനി പിരമിഡ് ഓഫ് നമ്പറിൽ
ഞാൻ 3 ഡിഫറെന്റ് എക്സാമ്പിൾസ് എടുക്കാണ് മനസ്സിലാക്കുന്ന രീതിയിൽ, ആൻഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിരമിഡ് ഓഫ് നമ്പറിൽ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഒരു ഗ്രാസ് ലാൻഡിന്റെ എക്കോസിസ്റ്റം. ഇനി നമുക്കറിയാം ES ഫോർ എക്കോസിസ്റ്റം. ഇനി ഒരു നോർമൽ കാണുന്ന ഗ്രാസ് ലാൻഡിലെ ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ഓർഗാനിസംസിനെ ഓൺ ദ ബേസ് ഓഫ് ദെയർ നമ്പർ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡ്യൂസർ ലെവലായിരിക്കും ഏറ്റവും കൂടുതൽ. ഇതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള രീതിയാണ്. പ്രൊഡ്യൂസർ ലെവൽ ഏറ്റവും കൂടുതൽ, ആൻഡ് മേലോട്ട് പോകുന്നവരും പ്രൊഡ്യൂസർ, ഹെർബിവോറസ്, കാർണിവോറസ് ആൻഡ് അഗെയിൻ ടോപ്പ് കാർണിവോറസ്, അങ്ങനെ ആക്കുകയാണെങ്കിൽ ഹെർബിവോറസ് അഗെയിൻ കുറഞ്ഞു, കാർണിവോറസ് അഗെയിൻ കുറഞ്ഞു, ഏറ്റവും മേലെ ടോപ്പ് കാർണിവോറസ്, ഈ ഒരു ലെവലായിരിക്കും പോകുന്നത്. ഈ നമ്പർ ഇതിനെ അഗേൻസ്റ്റ് പോയാൽ എന്തായിരിക്കും? ഈ എക്കോസിസ്റ്റം സസ്റ്റെയിൻ ചെയ്യില്ല. കാരണം ഒരുപാട് ടോപ്പ് കാർണിവോറസ് ഉണ്ട്, ആൻഡ് അവർക്ക് കഴിക്കേണ്ട കാർണിവോറസിന്റെ എണ്ണം കുറവാണെങ്കിൽ കുറെ പേര് എന്തൊരു ഫുഡ് ഇട്ടാണ് മരിച്ചു പോകും. അപ്പം സസ്റ്റെയിൻ ചെയ്യുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഇൻ ഗ്രാസ് ലാൻഡ് ചോദിക്കാണ് ഓൺ ദ ബേസിസ് ഓഫ് പിരമിഡ് ഓഫ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പിരമിഡ് കിട്ടുന്നു? ഒരു അപ്രൈറ്റ് പിരമിഡ് കിട്ടും. ഇനി ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം അവിടെ കഴിഞ്ഞു. ഇനി ഒരു പോണ്ട് എക്കോസിസ്റ്റം ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അഗൈൻ സിമിലർ തന്നെ ആയിരിക്കും. ഓരോ ട്രോഫിക് ലെവൽസിലേക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതും ഏതായിരിക്കും? അപ്രൈറ്റ് തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു ട്രീന്റെ എക്കോസിസ്റ്റം എടുക്കുന്നു. ഇനി ട്രീന്റെ എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു വലിയ ട്രീ ഉണ്ട്. ആ ട്രീനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരാണ് കുറെ ബേർഡ്സ്. ഇനി ഈ ബേർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ ബേർഡിനെ കഴിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഹോക്ക് അല്ലെങ്കിൽ വൾച്ചർ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം. ഇനി ഇതിനെ ഈ ഞാൻ പറഞ്ഞൊരു ഇപ്പോഴത്തെ എക്സാമ്പിൾ കംസ് അണ്ടർ പ്രിഡേറ്ററി ഫുഡ് ചെയിൻ. പ്രിഡേഷൻ കാണുന്ന പ്രിഡേറ്ററി ഫുഡ് ചെയിൻ. അപ്പോൾ പ്രിഡേറ്ററി ഫുഡ് ചെയിൻ വരക്കാൻ പറ്റുമെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് നമ്പർ, പ്രത്യേകിച്ച് മനസ്സിലാക്കി ഇത് പിരമിഡ് ഓഫ് നമ്പറിന്റെ താഴെയാണ് ഇത്രയും കാര്യങ്ങൾ എക്സാമ്പിൾസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ നമ്പറിൽ ആദ്യം ട്രീ എങ്ങനെയായിരിക്കും? ട്രീ ഭയങ്കര കുറവായിരിക്കും. കാരണം കുറവായിരിക്കും തന്നെ എത്രത്തോളം ട്രീ ഉണ്ടോ അതിന്റെ പ്രൊപ്പോർഷണലി അത്രയും കൂടുതലാണ് ബേർഡ്സ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഒരു ട്രീ എടുത്തു, ഒരു ട്രീയിൽ ഒരു ബേർഡ് അല്ലല്ലോ, ഒബ്വിയസ്ലി എത്രയോ കൂടുതൽ ബേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ട്രീസ് എടുത്താലും ആ ട്രീസിന്റെ നമ്പറിനെക്കാട്ടിയും കൂടുതലായിരിക്കും നെക്സ്റ്റ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ബേർഡ്സിന്റെ നമ്പർ. ഇനി ഈ ബേർഡ്സിനെ കഴിക്കുന്ന ഹോക്സ് എങ്ങനെയായിരിക്കും? ബാക്കിയുള്ള ഫുഡ് ചെയിൻ കണ്ട പോലെ തന്നെ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എക്കോസിസ്റ്റം പ്രിഡേറ്ററി ഫുഡ് ചെയിൻ വിച്ച് കംസ് അണ്ടർ ട്രീ എക്കോസിസ്റ്റം എടുത്തു നോക്കിയാൽ നമുക്ക് ഏത് ഷേപ്പ് കിട്ടി? സ്പിൻഡിൽ ഷേപ്ഡ്. ഇനി ഇത് ട്രീ എക്കോസിസ്റ്റത്തിന് ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ്. ഇനി ഇതേപോലെ തന്നെ എന്തെടുത്തു? ഒരു ട്രീ എടുത്തു. ട്രീയിൽ കുറെ ബേർഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അഗെയിൻ ട്രീ ഇത്രയാണെങ്കിൽ ബേർഡ്സ് എത്രയായിരിക്കും? അതിനും കൂടുതലായിരിക്കും. ഇനി ഈ ബേർഡ്സിനെ മരിക്കുന്നതിന് ശേഷം ഡീകമ്പോസ് ചെയ്യുന്നത് ആരാണ്? ബാക്ടീരിയ. ആ ബാക്ടീരിയയാണ് നമുക്ക് അടുത്ത ലെവല് ട്രോഫിക് ലെവല് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ബേർഡ്സിനെ കാട്ടിയും എന്തായാലും കൂടുതലായിരിക്കും ബാക്ടീരിയയുടെ എണ്ണം. കാരണം മൈക്രോസ്കോപ്പിക് ആണ്. അതുകൊണ്ട് ഒരു ബേർഡിൽ തന്നെ എത്രയോ മില്യൺസ് ഓഫ് ബാക്ടീരിയ ആഫ്റ്റർ ഡെത്ത് ഡീകമ്പോസ് ചെയ്യാൻ വരുന്നതായിരിക്കും. അപ്പോ ഈ ഹോക്കിനെ കണ്ട പോലെ തന്നെ അല്ലല്ലോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ട്രീ, ബേർഡ്സ് ആൻഡ് ബാക്ടീരിയ അതിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഇപ്പൊ നമുക്ക് ഏത് ടൈപ്പ് ഫുഡ് ചെയിൻ കിട്ടി? നമുക്ക് ഇൻവേർട്ടഡ് ഫുഡ് ചെയിൻ കിട്ടി. ഇനി ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? പാരസിറ്റിക് ഫുഡ് ചെയിൻ. അപ്പോൾ ട്രീ എക്കോസിസ്റ്റത്തിൽ ഏത് ഫുഡ് ചെയിൻ കാണാൻ പറ്റും വെച്ചാൽ നമുക്ക് ഏതൊക്കെ രണ്ടെണ്ണം പറയാൻ പറ്റും? സ്പിൻഡിൽ ഷേപ്ഡും കാണാൻ പറ്റും, ഇൻവേർട്ടഡും കാണാൻ പറ്റും. ആൻഡ് ഇത് എന്തിന്റെ ബേസിലാണ് എല്ലാം പറഞ്ഞത്? പിരമിഡ് ഓഫ് നമ്പറിന്റെ ബേസിസിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ പിരമിഡ് ഓഫ് ബയോമാസ്. പിരമിഡ് ഓഫ് ബയോമാസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? എത്ര എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഉണ്ട് അല്ലെങ്കിൽ ബയോമാസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്പർ അല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അഗെയിൻ ഫസ്റ്റ് നമുക്കൊരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എടുക്കാം. ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എടുത്തു. ഏറ്റവും താഴെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗ്രാസ്,
അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുടെ, അതായത് ഹെർബിവോറസിന്റെ ബയോമാസ് എങ്ങനെയുള്ളതായിരിക്കും? കുറവായിരിക്കും ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ബയോമാസിനെ കാട്ടി. ഓൾമോസ്റ്റ് നമ്പറിന്റെ ടേംസ് നമുക്ക് കോറിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് അഗെയിൻ കാർണിവോറസിന്റെ ബയോമാസ് അതിനെക്കാട്ടി കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഏത് ഷേപ്പ് കിട്ടി? അപ്പ് റൈറ്റ്. നമ്മൾ ആരൊക്കെ റെപ്രസെന്റ് ചെയ്തു? പ്രൊഡ്യൂസേഴ്സ്, ഹെർബിവോറസ്, കാർണിവോറസ്. ഇനി പോണ്ട് എക്കോസിസ്റ്റം എടുക്കാം. പോണ്ട് എക്കോസിസ്റ്റം നമുക്കറിയാം വേരിയബിൾ ആണ്, ഹൈലി വേരിയബിൾ ആണ്. അതായത് പല സമയത്തും പലതാണ് നമുക്ക് കാണാൻ പറ്റാം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ പോണ്ട് എക്കോസിസ്റ്റത്തിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ പോണ്ടിൽ എന്താണ് പറ്റുക? ഫൈറ്റോ പ്ലാങ്ക്ടൺ. ആൻഡ് നമുക്കറിയാം ഫൈറ്റോ പ്ലാങ്ക്ടൺ എത്രയോ ചെറുതാണ് ഇൻ സൈസ്. അപ്പോൾ എത്ര നമ്പർ കൂടുതലാണെങ്കിലും അതിനനുസരിച്ച് ചെറുതാണ്. ആൻഡ് മേലോട്ട് പോകുമ്പോൾ പോണ്ട് എക്കോസിസ്റ്റത്തിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ കഴിച്ചു. സൂ പ്ലാങ്ക്ടൺ നമ്പറൊക്കെ ഓൾമോസ്റ്റ് നല്ലോണം തന്നെയായിരിക്കും. ആൻഡ് അലോങ് വിത്ത് ഇറ്റ് ബയോമാസും എങ്ങനെയായിരിക്കും? അതിന്റെ കൂടുതലായിരിക്കും. ഇനി ഈ ബയോമാസ് ഏതിന് കഴിഞ്ഞു? സൂ പ്ലാങ്ക്ടൺ കഴിഞ്ഞു. ഇനി സൂ പ്ലാങ്ക്ടണ് ഒരു സ്മോൾ ഫിഷസിലേക്ക് എടുക്കാണ്. നമുക്കറിയാം ഒരു സൂ പ്ലാങ്ക്ടണും ഒരു സ്മോൾ ഫിഷ് എടുത്ത് നോക്കിയാൽ ആർക്കായിരിക്കും ബയോമാസ് കൂടുതൽ? ഓബ്വിയസ്ലി സ്മോൾ ഫിഷസിനായിരിക്കും. അപ്പോൾ അതിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ബയോമാസ് കൂടി. ഇനി സ്മോൾ ഫിഷസ് ലാർജ് ഫിഷസിലേക്ക് പോവാണെങ്കിലും നമ്പർ ചിലപ്പോൾ കുറഞ്ഞേക്കാം. പക്ഷേ അവിടെ ബയോമാസ് കൺസിഡർ ചെയ്യുമ്പോൾ ലാർജ് ഫിഷസിന് സ്മോൾ ഫിഷസിനെക്കാട്ടിയും ബയോമാസ് ഉണ്ട്. അപ്പൊ നമ്മുടെ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? ഫൈറ്റോ പ്ലാങ്ക്ടൺ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. അതിനെക്കാട്ടിയും കൂടുതൽ ബയോമാസ് ആണ് സൂ പ്ലാങ്ക്ടണ്. അതിനെക്കാട്ടിയും ബയോമാസ് ആണ് സ്മോൾ ഫിഷസിന്. അതിനെക്കാട്ടിയായിരിക്കും ലാർജ് ഫിഷസിന്. അപ്പോ നമുക്ക് അതിന്റെ ഷേപ്പ് എങ്ങനെ കിട്ടി? ഇൻവേർട്ടഡ്. പോണ്ട് എക്കോസിസ്റ്റത്തിലെ പിരമിഡ് ഓഫ് ബയോമാസ് എടുത്ത് നോക്കിയാൽ ഇൻവേർട്ടഡ്. ഇത് ഇൻവേർട്ടഡ് എന്ന് പറയുന്ന അറ്റ് പെർട്ടിക്കുലർ ടൈം. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഓവർ ദ ഇയർ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാല് എങ്ങനെ പറയാൻ പറ്റും? ഓവർ ദ ഇയർ അപ്രൈറ്റ് ആണെന്ന് NCERT പറയുന്നു. അപ്പോൾ ആ സെന്റൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടന്റ് എന്താണ്? പെർട്ടിക്കുലർ ടൈം ചോദിച്ചാൽ ഇൻവേർട്ടഡ് എന്ന് പറയാം, ഓവർ ദ ഇയർ ചോദിച്ചാൽ അപ്രൈറ്റ് എന്ന് പറയാം. ഇനി ട്രീ എക്കോസിസ്റ്റം. ട്രീ എക്കോസിസ്റ്റത്തിൽ ട്രീ നമ്പർ കുറവാണെങ്കിലും, അതായത് കമ്പയർഡ് ടു ബേർഡ്സ് ട്രീന്റെ നമ്പർ കുറവാണെങ്കിലും ബയോമാസ് ഹോൾഡ് ചെയ്യുന്ന എത്രത്തോളം ബയോമാസ് ആണ്? അത് അത്രയും കൂടുതലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആരെന്നെ വരൂ? ട്രീ തന്നെ വരുള്ളൂ ബയോമാസ് ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ. അതിലും കുറവായിരിക്കും ബേർഡ്സ്. ഇനി അതിലും കുറവായിരിക്കും ഹോക്ക്. അപ്പോ നമുക്ക് ഏത് ഷേപ്പ് കിട്ടി? അപ്രൈറ്റ്. അപ്പോ പിരമിഡ് ഓഫ് ബയോമാസ് 3 സെക്ഷനിൽ നമ്മൾ ഓൾറെഡി കണ്ടു, അതിന്റെ ഷേപ്സും കണ്ടു. ഇനി പിരമിഡ് ഓഫ് എനർജി എടുക്കാണ്. പിരമിഡ് ഓഫ് എനർജിയില് പ്രത്യേകത എന്താന്ന് വെച്ചാൽ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും ഒരു ബേസിക് ട്രോഫിക് ലെവലിൽ സക്സസീവ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ എന്തായാലും എനർജി കൂടാൻ പോകുന്നില്ല, അത് കുറയാനേ പോകുന്നുള്ളൂ. അപ്പൊ കുറയാണെങ്കിൽ അതെങ്ങനെ വരും? ഓൾവേസ് അപ്രൈറ്റ് ആയിട്ടേ വരുള്ളൂ. കാരണം എന്താ? എനർജി ഐദർ ഡിസിപ്പേറ്റഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ്. ഹോൾഡും ചെയ്യുന്നില്ല. പ്രൊഡ്യൂസർ അല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള ഓർഗാനിസംസ് എങ്ങനെ ഉണ്ടാക്കാനും പോകുന്നില്ല എനർജി. ഒന്നുകിൽ യൂട്ടിലൈസ് ചെയ്ത് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോ പിരമിഡ് ഓഫ് എനർജീസ് ഓൾവേസ് അപ്രൈറ്റ്. കാരണം എന്താ? energy transfer is always based on second law and Lindman പറഞ്ഞ 10% ലോവും അഗ്രി ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഓൾറെഡി 3 പിരമിഡ്സ് പഠിച്ചു. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഡ്രോബാക്സ് ഓഫ് പിരമിഡ് എന്താണ്? ഇത്രയും നല്ല രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു, എല്ലാം പഠിച്ചു, പറഞ്ഞു. ഇനി അതിന്റെ ഡ്രോബാക്സ് എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഡ്രോബാക്സ് ഓഫ് പിരമിഡ് എങ്ങനെയാ? ഓരോ പിരമിഡ് വരക്കുമ്പോഴും നമുക്ക് എങ്ങനെയാ ഒരു ഫുഡ് വെബ് കൺസിഡർ ചെയ്താൽ, ഒരു ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്ത്, ഞാൻ ഈ ഓരോ ഇത് പറഞ്ഞപ്പോഴും ഞാനൊരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്തു, അതായത് ഒരു ഫുഡ് ചെയിൻ എക്സാമ്പിൾ എടുത്തു, എന്നിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്തത്. പക്ഷെ ഫുഡ് വെബ് ആവുമ്പോൾ ഇന്റർ കണക്ഷൻ വന്ന് അങ്ങനെ നമുക്ക് ഒരു പിരമിഡില്, ഒരു സർട്ടൻ പിരമിഡില് മോർ ദൻ 1 ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു ഫുഡ് വെബ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഫുഡ് വെബ്സ് കാൺ ബി റെപ്രസെന്റഡ്, അതൊന്നാമത്. ഇനി സെക്കൻഡ്, ഡീകമ്പോസേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് നമുക്ക് എവിടെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് കൺഫ്യൂഷൻ ആണ്. അതും ഒരു ഡ്രോബാക്ക് ആണ് ഓഫ് പിരമിഡ്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? എത്ര ടൈപ്സ് ഓഫ് പിരമിഡ് ഉണ്ടെന്ന് കണ്ടു. ഇനി ഓരോ എക്കോളജിക്കൽ പിരമിഡും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു കണ്ടു. അങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന രീതി വെച്ച് നമ്മൾ 3 ടൈപ്സ് ആക്കി: പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. ഇനി ഓരോന്നിലും ഗ്രാസ് ലാൻഡിൽ കാണുന്ന ഒരു എക്കോസിസ്റ്റം, പോണ്ടിൽ കാണുന്ന ഒരു എക്കോസിസ്റ്റം, ട്രീയിൽ കാണുന്ന ഒരു എക്കോസിസ്റ്റം, അങ്ങനെ ബേസിസിൽ നമ്മൾ അതിന്റെ എക്കോസിസ്റ്റത്തിന്റെ ഇത് നമ്മൾ വരച്ചു. എന്ത് പിരമിഡ് നമ്മൾ വരച്ചു. ഇനി ലാസ്റ്റ് നമ്മൾ എന്ത് കണ്ടു? ഡ്രോബാക്സ് ഓഫ് പിരമിഡും കണ്ടു. ഇനി NCERT പോവാണെങ്കിൽ 3 types of ecological pyramids usually studied ആയിരുന്ന 3 types: number, biomass and energy. ഇനി NCERT കൊടുത്ത എക്സാമ്പിൾസ് പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വെച്ചാണ് നോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡിഫറൻസസ് നിങ്ങൾ മനസ്സിലാക്കുക, എത്രത്തോളം കുറവാണ്. ഇത്രയും അധികം, അതായത് 8 ലക്ഷത്തോളം പ്രൊഡ്യൂസേഴ്സ് എത്ര ടേഴ്സറി കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ടോപ്പ് കാർണിവേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ? ഓൺലി 3. അപ്പൊ ആ പിരമിഡ് ഓഫ് നമ്പറിൽ അതിന്റെ ഡ്രാസ്റ്റിക് ഡിഫറൻസ് നോട്ട് ചെയ്യാം. ഇനി ബയോമാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ബയോമാസ് ഹയർ ലെവൽസിലേക്കുള്ള പോകുന്നതോറും എത്ര ഡ്രാസ്റ്റിക് ഡിഫറൻസ് അല്ലെങ്കിൽ ഷാർപ്പ് ഡിക്രീസ് ആണ് കാണുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി pyramid of biomass are a small standing crop of phytoplankton supporting large standing crop of zooplankton. നോക്കിയാൽ നമുക്ക് എങ്ങനെ ഇൻവേർട്ടഡ് ആയി കണ്ടു. ഇതെങ്ങനെ ഇൻവേർട്ടഡ്? ഇത് ഏത് എക്കോസിസ്റ്റം ആണ്? ഒരു പോണ്ട് ഇക്കോസിസ്റ്റം. ആൻഡ് ഏത് പിരമിഡ് ആണ്? പിരമിഡ് ഓഫ് ബയോമാസ്. ഇനി ഐഡിയൽ പിരമിഡ് ഓഫ് എനർജി. ഐഡിയൽ എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ഫോളോ ആരുടെ ലോ? ലിൻഡ്മാന്റെ 10% ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പിരമിഡ് കാണാൻ പറ്റും. ഇനി ഈ സെന്റൻസ് പലതവണ MCQ ചോദിച്ചിരിക്കുന്നതാണ്. ഈ സ്ഥലത്ത് നിന്ന് എക്സാക്ട് സെന്റൻസ് പ്രിന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരും. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് കൺവേർട്ട് ഓൺലി 1% ഓഫ് ദി എനർജി ഇൻ ദ സൺലൈറ്റ് അവൈലബിൾ ടു ദം ഇൻടു NPP, അതായത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്രയും ഉപയോഗിക്കുന്നുള്ളൂ? ഓൺലി 1% ഓഫ് ദി എനർജി ഇൻ ദി സൺലൈറ്റ്. അപ്പോ ഓരോ പിരമിഡും നമ്മൾ എക്സാമ്പിൾസും എക്സെപ്ഷനും ഓൾറെഡി നമ്മൾ കണ്ടു. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ഞാൻ മാർക്ക് ചെയ്യാണ്. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ is generally inverted because the biomass of fishes far exceeds the phytoplankton. ഇനി പിരമിഡ് ഓഫ് എനർജി is always upright, can never be inverted. കാരണം എന്താണ്? എപ്പോഴും എനർജി ഫ്ലോ ഒരു പെർട്ടിക്കുലർ ട്രോഫിക് ലൈനിൽ നിന്ന് നെക്സ്റ്റ് ട്രോഫിക് ലൈനിലേക്ക് ഫ്ലോ ചെയ്യണം. കൂടാൻ ഒരിക്കലും വഴിയില്ല. കാരണം ഒരു സോഴ്സ്, എൻ്റെ കയ്യിൽ 10 റുപ്യ ഉണ്ട്, ഞാൻ കൊടുത്തിട്ട് വേണം വേറൊരാൾക്ക് ജീവിക്കാൻ. അപ്പൊ ഞാൻ എന്തായാലും 10 കൂടുതൽ അയക്ക് കൊടുക്കാൻ പോകുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ മാക്സിമം 10 രൂപയേ ഉള്ളൂ. അപ്പൊ സോഴ്സിൽ ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ്. ആ സോഴ്സിലും കൂടുതൽ അടുത്ത ആൾക്ക് കിട്ടാൻ വഴി ഇല്ല. ഇനി certain limitations of ecological pyramids നമ്മൾ ഓൾറെഡി കണ്ടു. എന്തൊക്കെ കണ്ടു? നമ്മൾ പഠിച്ചു ഫുഡ് വെബിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡീകമ്പോസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഈ പാർട്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.